നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയിലാണ്. അപ്പോൾ ന്യൂസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ വയനാട്ടിൽ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടി എന്നുള്ള ന്യൂസൊക്കെ ഞാൻ വാർത്തയിലാണ് ഇന്നലെ രാവിലെ കണ്ടത്. നെറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും കണ്ടില്ല. കുറച്ചൊക്കെ രാത്രിയിലായപ്പോഴത്തേനും 170 മരണം എന്നൊക്കെ ഞാൻ വാർത്തയിൽ കണ്ടു. അപ്പം അതായത് നമ്മൾ ഒന്ന് വന്നിട്ട് നമ്മൾ വിലപിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മാക്സിമം നമ്മളിൽ പ്രകൃതി ദുരന്തം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പ്രകൃതിയിൽ സ്നേഹിക്കുക, പ്രകൃതിയെ ബഹുമാനിക്കുക, പ്രകൃതിയിലുള്ള ജനങ്ങളെ ബഹുമാനിക്കുക. എന്നുവെച്ചാൽ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യാതെ കഴിയുന്നത് എന്ത് ചെയ്യുക, ഈശ്വര ഭക്തിയിൽ ജീവിക്കുക. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് വയനാട്ടിൽ ജനിച്ച ഒരാളാണ് ഞാൻ. വയനാട്ടിൽ മേപ്പാടി, ചൂരന്മല എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. ഭയങ്കര മലമ്പ്രദേശമാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വയനാടിൻ്റെ, അതായത് വയനാട് ചുരം കയറി കൽപ്പറ്റയിലേക്ക് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 സെക്ഷനായിട്ട് തിരിയും. അങ്ങോട്ട് അങ്ങനെ തിരിയുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. മേപ്പാടി അതുവഴി അങ്ങനെ ഗൂഡല്ലൂർ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഈ ഉരുൾപൊട്ടൽ നടന്നത്. ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളാണത്. അതായത് തണുപ്പും മലകളും കുന്നും ഒക്കെയുള്ള സ്ഥലങ്ങളാണത്. അപ്പോൾ എനിക്ക് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരുപാട് വേദനിച്ചിട്ട് പോരുന്ന ഒരു സ്ഥലമാണ് വയനാട്. അപ്പം ഞാൻ വല്ലപ്പോഴും പോകാൻ ഇഷ്ടപ്പെടും, തിരിച്ചു പോരുന്നല്ലാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ വേദനകളും ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അത് ആരുടെയും കുറ്റമല്ല. പക്ഷേ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. വയനാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മനുഷ്യന് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അഹങ്കാരം പെരുകി. അതായത് ഇങ്ങനെ ഒരു വയനാട് ഡെവലപ്മെൻറ്റ് വന്നു, അപ്പോൾ റിസോർട്ട് പണിതു, ടൂറിസ്റ്റ് വരുന്നു, അവരിൽ നിന്ന് പോലും പിടിച്ച് പറിച്ച് എന്ത് ചെയ്യുന്നു, പണം എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. അപ്പം ഞാൻ അവിടെ നടന്നതിനെക്കുറിച്ചുള്ള ഇതിലൊന്നും അല്ല പറയുന്നത്. എനിക്കിപ്പോൾ അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചാനലിൽ ന്യൂസ് കണ്ടപ്പം ആളുകൾ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഇട്ട ഉടുതുണിക്ക് ഇറങ്ങി തിരിച്ചു. ഇതേപോലത്തെ സെയിം അനുഭവം എനിക്ക് ഉരുൾ പൊട്ടിയിട്ടൊന്നുമല്ല, അല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ ഇട്ട ഡ്രസ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈഫിൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അവർ രാത്രി സമയത്താണ് ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. രാത്രിയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അങ്ങനെയാണ് എന്ത് ചെയ്ത്, അപ്പോഴത്തേക്കും വീടിനകത്തൊക്കെ എന്ത് ചെയ്തു, ഉരുൾ പൊട്ടി വെള്ളവും ചെളിയെല്ലാം കയറി. അങ്ങനെ അവരെന്ത് ചെയ്തു, പിള്ളേരെ എടുത്തുകൊണ്ട് ഇറങ്ങി എന്ത് ചെയ്തു, ഓടിയതാണ്. കുറേ പേരെല്ലാം ഉറക്കത്തിൽ കടന്നവരെല്ലാം അതിലെന്ത് ചെയ്തു, പെട്ടുപോയി. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം ഞാനിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ന്യൂസിലൊക്കെ നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കൂസലില്ലാതെ നിൽക്കുന്ന ആളുകളും അവിടെ ഇനിയും ഉണ്ട്. ഇപ്പോഴും അതായത് അവരുടെ എല്ലാം ഇത്രയും നാളത്തെ പ്രതീക്ഷ, ഒരു മനുഷ്യൻ കൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു. ഇട്ട തുണിയിൽ ജീവൻ കൊണ്ട് കുറച്ച് ആളുകൾക്ക് ജീവൻ കിട്ടി, കുറച്ച് ആളുകളുടെ ജീവൻ പകുതി അവശിഷ്ടങ്ങൾ, പകുതി കൈ കാല് ഒക്കെ പകുതി കിട്ടിയതും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനടിയിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആരൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എത്തിച്ചുകൊണ്ട്. അതായത് നമ്മുടെ പ്രളയത്തിൻ്റെ അന്നത്തെ പ്രളയത്തിലെ ദുരന്തം പോലെയാണ് ഇപ്പോൾ വയനാട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കുറച്ചൊക്കെ ദൈവത്തിനെ ഭയപ്പെടുക. മറ്റുള്ള മനുഷ്യരുടെ മേളിലോട്ട് കുതിര കയറുമ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോഴും ഒന്ന് ആലോചിക്കുക. ഇത് നാളെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം വേറെ തെറ്റ് ചെയ്യാത്ത പലരും എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നെന്ന് മനസ്സിലാക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇനിയും മനുഷ്യൻ അഹങ്കാരം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസം എന്ത് ചെയ്യും, ഒരു ദുഃഖം എല്ലാവരുടെ ഉള്ളിലും കാണും. 3-ാം ദിവസം അഹങ്കാരം വരും. അതാണ് മനുഷ്യൻ. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് പ്രകൃതി ഇങ്ങനെ ദുരന്തങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, അല്ല കണ്ണ, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ കണ്ണൻ? എന്താ പറയാനുണ്ട് വയനാടിനെ കുറിച്ച്? മണ്ണ്, മരം, വെള്ളം, തീ, മറ്റുള്ളത് ഇതിനെ ബഹുമാനിക്കണം.
നമ്മളൊരിക്കലും ഒന്നിനെയും നശിപ്പിക്കരുത്. ഇപ്പം മലയുടെ മുകളിൽ പോയിട്ട് കൃഷി ചെയ്ത് മണ്ണിളക്കി കൃഷി നടത്തി പണമുണ്ടാക്കി പണം അങ്ങാട് കുമിഞ്ഞ് കഴിയുമ്പോൾ ഈ കൃഷിസ്ഥലം അങ്ങാട് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ അതിലേക്ക് താഴെ ഒരുപാട് പാവങ്ങൾ കിടക്കുന്നുണ്ടെന്ന് ചിന്ത ഉണ്ടാവില്ല. കാരണം കൃഷി ചെയ്ത് കാശുണ്ടാക്കി കഴിയുമ്പോൾ ആ കാശും കൊണ്ട് അവനങ്ങാട് പോകും. പിന്നെ ആ കൃഷി അങ്ങനെ കിടക്കും. മണ്ണിളക്കി കഴിയാൻ നേരത്ത് നന്നായിട്ട് മഴ അങ്ങാട് പെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കുത്തി ഒഴുകിങ്ങാട് പോകും. അതിന് ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങള് താഴെ കിടക്കുന്ന പാവങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഭാര്യ, ഭർത്താവ്, സഹോദരി, സഹോദരൻ, കുഞ്ഞുങ്ങൾ, ഗർഭിണികളായ സ്ത്രീകൾ, പ്രായമായ അമ്മ, അച്ഛൻ എന്നിവർ എല്ലാവരും പെട്ടു ഒഴുകിപ്പോകും. കാശുള്ളവൻ അപ്പം എന്ത് ചെയ്യും? അവൻ വേറെ എവിടെയെങ്കിലും സുഖിച്ച് ജീവിക്കും. പാവങ്ങൾ അനുഭവിക്കണം. ഇനിയെങ്കിലും മണ്ണിനെയും കാടിനെയും ഭൂമിയെയും എല്ലാം നമ്മൾ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രകൃതിയെ നശിപ്പിക്കരുത്. പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക. പ്രകൃതിയെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ബഹുമാനിച്ച് നമ്മുടെ അമ്മ, സഹോദരി എന്നുള്ള ചിന്തയിൽ മുന്നിലേക്ക് കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ പാവങ്ങൾ പെട്ടുപോകും. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരുന്ന് അനുഭവിക്കും. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഞാൻ വയനാട്ടുകാരിയാണ്. വയനാട്ടിൽ ജനിച്ചു. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരവിടെ കിടപ്പുണ്ട്. അതെനിക്കറിയാം. വയനാട്ടിൽ തെറ്റ് ചെയ്യുന്നവരവിടെ കിടപ്പുണ്ട്. തെറ്റ് ചെയ്യാത്ത കുറേ പാവങ്ങളാണ് എന്ത് ചെയ്തത്? ഇതിന് പ്രകൃതി ദുരന്തത്തിന് ഇരയായത്. ഇപ്പോഴും തിന്ന് സുഖിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊന്നും ഒരു കുസലും ഇല്ലാതെ ടി വിയും വെച്ച് വാർത്തയും കണ്ട് തിന്ന് സുഖിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എന്ത് പറയാൻ അല്ലേ?